ദൈവത്തിന്റെ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിനന്ദരായ പിതാക്കന്മാരെ, ബഹുമാന്യരായ കോർപ്പിസ്കോപ്പമാരെ, റംബാച്ചന്മാരെ, വികാരി ജനറാളച്ചന്മാരെ, ആശ്രമത്തിന്റെ സുപ്പീരിയർ ജനറൽ പ്രിയ ബഹുമാനപ്പെട്ട വർഗീസ് കുറ്റിയിലച്ചൻ, സഹോദര വൈദികരെ, ബഹുമാന്യരായ ജനപ്രതിനിധികളെ, മാതാപിതാക്കളെ, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ ഈ മഹാസംഗമത്തിന്റെ അഭിമാനമായ ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരന്മാരെ, സഹോദരിമാരെ, എന്നെ ശ്രമിക്കുന്ന ലോകമെമ്പാടുമുള്ള മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മക്കളെ, സ്നേഹിതരെ, സൂര്യതേജസ് മലങ്കര സഭയുടെ പ്രത്യാശ പകർന്ന ജീവിതം ധന്യൻ മാർ ഇവാനിയോസ് എന്ന മഹാപുരോഹിതൻ ശ്ലീഹന്മാരുടെ പിൻഗാമിയായി പരിശുദ്ധ സഭയിൽ പ്രധാനായി അഭിഷേകം ചെയ്യപ്പെട്ടതിന്റെ അനുഗ്രഹീതമായ 100-ാം വർഷം. തപോധനനായ യാക്കോബ് മാർ തെയോഫിലോസ് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ വൈദിക പട്ടത്തിന്റെ 100-ാം വർഷം. ഈ അനുഗ്രഹീതമായ മണ്ണിൽ മലങ്കരയുടെ സാമുദ്രിക ബന്ധം ചേർത്ത് പിടിച്ചാരംഭിച്ച മലങ്കര പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ 95-ാം വാർഷിക സമ്മേളനം. ഈ അനുഗ്രഹീതമായ കാലയളവിൽ ദൈവത്തോട് നന്ദി പറയാൻ, നമ്മെ വഴി നടത്തിയ തമ്പുരാന്റെ മുൻപിൽ ശിരസ് നമിക്കാൻ, കരങ്ങൾ കൂപ്പാൻ, എന്റെ കർത്താവ്, എന്റെ ദൈവമേ എന്ന് വിളിക്കാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് വലിയ കരുണ ചെയ്യുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കന്യാകുമാരി മുതൽ പുത്തൂർ ഭദ്രാസനത്തിന്റെ കർണാടകത്തിന്റെ അതിർത്തി വരെ തിരുവനന്തപുരത്തെ ആർച്ച് ബിഷപ്പ് ഭാഗ്യസ്മരണാർഹനായ ബെനഡിക്ട് മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനി, തിരുവല്ല രൂപതയുടെ അധ്യക്ഷൻ സക്കറിയാസ് മാർ അഥാനാസിയോസ് തിരുമനസ്സുകൊണ്ടും 2 വൈദിക മേലധ്യക്ഷന്മാർ മാത്രം ഈ ബൃഹത്തായ ഭൂപ്രദേശത്തെ മുഴുവൻ ശുശ്രൂഷകളും അപ്പസ്തോലിക ശുശ്രൂഷയിൽ ചേർത്ത് വെച്ച കാലം ദൈവാനുഗ്രഹത്തിന്റെ പടവുകൾ ചവിട്ടിക്കയറുന്നതിന്, വിനയാന്വിതരായി ആ കൃപകൾ സ്വീകരിക്കുന്നതിന് സ്വർഗത്തിലെ കരുണയുള്ള ദൈവം ഈ കൊച്ചു സമൂഹത്തിന് പടിപടിയായി നൽകി വന്ന പിൻബലവും കൃപയും അനുഗ്രഹവും അവൻ പുതിയ ഒരു ഘട്ടത്തിലേക്ക് വഴി നടത്തി. ഭാഗ്യമോടെ സഭയെ നയിച്ച് ഈ സഭയുടെ ആസ്ഥാന ദേവാലയത്തിലെത്തി പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിലം ചുംബിച്ചാരാധിച്ച ഭാഗ്യസ്മരണാർഹനായ വിശ്വപൗരൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് നമ്മുടെ സഭയെ പാത്രിയാർക്കൽ സംവിധാനത്തോട് ചേർന്ന് നിൽക്കുന്ന മേഖലാ എപ്പിസ്കോപ്പൽ
എപ്പിസ്കോപ്പൽ സഭയായി ഉയർത്തി. സഭയിലെ പാത്രിയർക്കീസ് ബാവ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനമായ മേജർ ആർച്ച് ബിഷപ്പ് എന്ന പരമോന്നതമായ സ്ഥാനം നൽകി അപ്പസ്തോലിക മലങ്കര സഭ ആർജിച്ചെടുത്ത കാതോലിക്ക എന്ന പ്രാദേശികവും സഭാപരവുമായ പദവി സ്വാംശീകരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് കാതോലിക്കോസ് എന്ന നാമധേയത്തിൽ സഭാ തലവനായി ഈ അപ്പസ്തോലിക സഭയെ ശുശ്രൂഷിക്കാൻ ലഭിച്ച അനിതര സാധാരണമായ സഭാ സംരക്ഷണം ഇന്നും നമ്മെ വഴി നടത്തുന്നു. ഈ അനുഗ്രഹീതമായ സന്ദർഭത്തിൽ നമ്മോട് ചേർന്ന് നിൽക്കുന്ന എല്ലാ വിശുദ്ധ ജീവിതങ്ങളെയും നന്ദിയോടെ ഓർക്കട്ടെ. നമ്മെ സാർവത്രിക സഭയുടെ ബന്ധത്തിൽ എത്തിക്കുന്നതിനും ഒരു കാലത്ത് ഒരു സഭയായി നാം ജീവിച്ചു എന്നതിന്റെ സജീവമായ ഊഷ്മള ഓർമ്മകൾ നമുക്ക് നൽകുന്നതുമായ നമ്മുടെ സ്വന്തം സിറോ മലബാർ സഭയും പുനരൈക്യ പ്രസ്ഥാനത്തിന് ബലവും പ്രോത്സാഹനവും നൽകിയപ്പോഴും കൂടെ നിൽക്കുന്ന ലത്തീൻ സഭയും നമുക്ക് നൽകുന്ന അതുല്യമായ സഭാബന്ധവും നൽകിയിട്ടുള്ള പരിധിവയ്ക്കാത്ത പ്രോത്സാഹനവും സഭാതലമെന്ന നിലയിൽ കൃതജ്ഞതയോടെ ഞാൻ ഓർക്കുന്നു. നമ്മുടെ സഹോദരീ സഭകളെ ഒരു കാലത്തും വിസ്മരിക്കുവാൻ നമുക്കാവില്ല. നമ്മെ ചേർത്ത് പിടിച്ച് കൂടെ നിൽക്കുന്ന നമ്മുടെ സഹോദരീ സഭകൾ നമ്മെ നിരന്തരമായി ബലപ്പെടുത്തുന്ന സഹോദരീ സമുദായങ്ങൾ കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയിൽ ഭരണം നടത്തുന്ന കൂടെ നിൽക്കുന്ന രാഷ്ട്രീയ സംവിധാനങ്ങൾ, അധികാരങ്ങൾ, ജനപ്രതിനിധികൾ എല്ലാവരോടും നമുക്ക് വലിയ ബന്ധമുണ്ട്. എല്ലാവരോടും സൗഹാർദ്ദമുള്ള ഒരു സഭയായി മുൻപോട്ട് പോകുന്നതിന് ഇവരെല്ലാവരും നമ്മെ ബലപ്പെടുത്തുന്നത് അതിപ്രാധാന്യമേറിയ ഒരു ഘടകമായി ഈ സഭ വിലമതിക്കുന്നു. ഇന്ന് നാം ഇവിടെ വിശ്വാസ സംഗമം നമ്മുടെ സഭയിലെ കുടുംബനാഥന്മാരും കുടുംബനാഥരും ഒരുമിച്ച് കൂടി വചനവർഷത്തിന്റെയും ആരാധനാ ജീവിതത്തിലേക്ക് അതിന്റെ ബലത്തിൽ പ്രവേശിക്കുന്നതിന്റെയും എല്ലാം അർത്ഥവത്തായ സന്ദേശം സ്വാംശീകരിച്ച് മുന്നേറുമ്പോൾ പരിശുദ്ധ സഭ ഇന്ന് വീണ്ടും അനുഗ്രഹീതമായ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. 5 വർഷവും നാം ശതാബ്ദിക്കായി ഒരുങ്ങുന്ന കാലമാണ്. 5 എന്ന് പറയുന്നത് നാം തുടങ്ങിയ ആളുകളുടെ എണ്ണം മാത്രമല്ല, ഇനി 5 വർഷം തീവ്രമായ ഒരുക്കത്തിന്റെ ശക്തി കൃപ സംഭരിക്കുന്നതിന്റെ കാലം. 2029 പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ പിള്ളത്തൊട്ടിൽ തിരുമൂലപുരത്ത് ആരംഭിച്ച കൊളുത്തിവെച്ച ചെറിയ ദീപത്തിന് തിരുവല്ല അതിരൂപത ഇതിന്റെ ശതാബ്ദിയുടെ വലിയ തിരി ആതിഥേയത്വത്തോടെ അവിടെ തെളിക്കാൻ സഭയൊന്നായി അവിടെ സമ്മേളിക്കും. ദൈവം അനുഗ്രഹിച്ചാൽ 2030 തിരുവനന്തപുരത്ത് നമ്മുടെ സഭയുടെ ആസ്ഥാന കേന്ദ്രത്തിൽ നമുക്ക് ശതാബ്ദി ആഘോഷിക്കുവാൻ സന്ദർഭം അവിടുന്ന് ഒരുക്കും. നിരന്തരമായി തിരുസിംഹാസനത്തോട് നമ്മൾ സഭയായി ഓർമ്മപ്പെടുത്തിയിരുന്നതും ഉണർത്തിച്ചതുമായ ചില വിഷയങ്ങളുണ്ട്. സഭയുടെ മക്കൾ പുതിയ ലോകത്തിലേക്ക്, പുതിയ ലോക ഇടങ്ങളിലേക്ക് കുടിയേറുമ്പോൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭ അവിടെ ശക്തമായ സാന്നിധ്യവും സാക്ഷ്യവും ബന്ധവും സമർപ്പണവും നടത്തണം.
പരിശുദ്ധ സുന്നതദോസ് ഇക്കാര്യം തിരുസിംഹാസനത്തിൽ നിരന്തരമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പരിശുദ്ധ പിതാവിനോട് നേരിട്ടും പരിശുദ്ധ പിതാവിന്റെ പ്രതിനിധിയായ പൗരസ്ത്യ തിരുസംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ പ്രീഫെക്റ്റുമാരോടും കലാകാലങ്ങളിൽ നിരവധിയായ സംഭാഷണങ്ങൾ പരിശുദ്ധ സുന്നതദോസായും സഭാധ്യക്ഷനായും നിർവഹിച്ചിട്ടുണ്ട്. സന്തോഷകരമായ ഒരു കാര്യം, നമ്മുടെ യൂറോപ്പിൽ അധിവസിക്കുന്ന മലങ്കര സുറിയാനി കത്തോലിക്ക സഭ മക്കളുടെ സഭാപരമായ ഉണർവിനും അപ്പസ്തോലികമായ അതിന്റെ ശുശ്രൂഷകൾക്കും നേതൃത്വം നൽകുന്നതിന് 2001 മുതൽ അപ്പസ്തോലിക് വിസിറ്റേറ്റർമാരെ അവരുടെ മറ്റ് ഭരണ ചുമതലകളോടൊപ്പം നാം നമ്മുടെ ശുശ്രൂഷയോട് ചേർത്ത് നിർവഹിച്ച് വരികയായിരുന്നു. 2001 എളിയവനായ എന്നെയാണ് ആദ്യത്തെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി അമേരിക്കയുടെയും നോർത്ത് അമേരിക്കയുടെയും യൂറോപ്പിന്റെയും വിസിറ്റേറ്ററായി പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുമേനി നിയോഗിച്ചത്. ഭാഗ്യസ്മരണാന്തരനായ പരിശുദ്ധ പിതാവ് നൽകിയ ഒരു തുടക്കം, ഒരു ശ്ലൈഹിക മുദ്ര അഭിനന്ദനായ ജോസഫ് മാർ തോമസ് മെത്രാപ്പോലീത്ത തിരുമേനി, അഭിനന്ദനായ തോമസ് മാർ യൗസേബിയസ് മെത്രാപ്പോലീത്ത തിരുമേനി, ഈ പിതാക്കന്മാർ അതിശ്രേഷ്ഠമായി നിർവഹിച്ചു. ഇപ്പോൾ മൂവാറ്റുപുഴ ഭദ്രാസനത്തിന്റെ അധിപൻ അഭിനന്ദനായ ഡോക്ടർ യൂഹാനൻ മാർ തെയോഡോഷ്യസ് മെത്രാപ്പോലീത്ത തിരുമേനി ഭദ്രാസനത്തിന്റെ ചുമതലയോടൊപ്പം യൂറോപ്പിന്റെ അപ്പസ്തോലിക് വിസിറ്റേറ്ററായി സേവനം അനുഷ്ഠിച്ച് വരുമ്പോൾ പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പ തിരുമനസ്സുകൊണ്ട് പരിശുദ്ധ സുന്നതദോസിന്റെ അഭ്യർത്ഥനയെ, അപേക്ഷയെ സ്നേഹത്തോടെ അംഗീകരിച്ച് യൂറോപ്പിലെ നമ്മുടെ സഭാമക്കളുടെ ശുശ്രൂഷയ്ക്ക് മാത്രമായി ഒരു അപ്പസ്തോലിക് വിസിറ്റേറ്ററെ നിയമിച്ചിരിക്കുകയാണ്. പുതിയ അപ്പസ്തോലിക് വിസിറ്റേറ്റർ UK താമസിച്ച് യൂറോപ്പിലെ ഈ സഭാ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി അതിന്റെ പുതിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആ ശുശ്രൂഷകളെ ബലപ്പെടുത്താം. രണ്ടാമതായി